നമസ്തേ. അന്ന് 12 വയസ്സ് മാത്രമേ ഉള്ളൂ യേശുവിന്. അവർ കുടുംബമായി പെസഹ പെരുന്നാളിന് പോയതാണ്. തിരികെ പോന്നപ്പോൾ യേശു ജെറുസലേമിൽ തങ്ങി. യാത്രാസംഘത്തിനൊപ്പം അവനുണ്ടാകുമെന്ന് കരുതി അമ്മയപ്പന്മാർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുമിത്രാദികൾക്കിടയിൽ അന്വേഷിച്ചിട്ട് കാണാതെ വന്നപ്പോൾ അവർ ജെറുസലേമിലേക്ക് തിരികെ ഓടി. 3 നാളുകൾക്ക് ശേഷം ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ അതാ ആചാര്യന്മാർക്ക് നടുവിലിരിക്കുന്നു. അവർ പറയുന്നത് കേൾക്കുകയും അവരോട് പലതും ആരായുകയും ചെയ്യുന്നു. കേട്ടവരെല്ലാം അവന്റെ ജ്ഞാനത്തിൽ വിസ്മയിച്ചു നിന്നു. അമ്മ അവനെ കണ്ട മാത്രയിൽ തന്നെ വിലപിച്ചു, ഉണ്ണി, നീ ഞങ്ങളോടിങ്ങനെ ചെയ്തതെന്ത്? അപ്പനമ്മമാരുടെ വ്യസനം അത്രയും അവൾ പറഞ്ഞു വെച്ചു. ഞാൻ എന്റെ പിതാവിന്റെ വീട്ടിൽ ഇരിക്കേണ്ടതല്ലയോ എന്നൊരു വാക്ക് യേശു പറയുന്നുവെങ്കിലും പിന്നെ അവൻ അവരോടൊപ്പം പോയി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ശരിക്കും നമ്മുടെ അമ്മമാരൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ള മാതിരിയാണ് മറിയത്തിന്റെ ശാസന കലർന്ന ഈ പരിഭവം ഇത്തവണത്തെ വായനയിൽ തോന്നിപ്പിച്ചത്. അമ്മമാരൊക്കെ പറയില്ലേ, അത്ര വലിയ ആളാവാതെ, സമയമായിട്ടില്ല എന്നൊക്കെ. ശരിക്കും പെട്ടെന്നാണ് ഒരു കഥ ഓർമ്മ വന്നത്. മഹാജ്ഞാനിയായിരുന്ന ബുദ്ധഭിക്ഷു ജിയൂണിനെ കുറിച്ചുള്ള ഒന്നാണ്. അയാൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്റെ സഹപാഠികളെ വിളിച്ചുകൂട്ടി പ്രസംഗിക്കുമായിരുന്നു. വലിയ സാമർഥ്യത്തോടെ ആളുകൾക്ക് മുമ്പിൽ തന്റെ പാണ്ഡിത്യം പ്രദർശിപ്പിക്കുമായിരുന്നു. ഈ വിവരമറിഞ്ഞ അയാളുടെ അമ്മ തന്റെ മകന് ഒരു കത്തെഴുതി. പ്രിയപ്പെട്ട മകനെ, ഒരു നടക്കുന്ന നിഘണ്ടുവാകാനായിരുന്നു നീ ബുദ്ധമാർഗം തെരഞ്ഞെടുത്തത്. ഈ ലോകത്തിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾക്കും പറയാവുന്ന ഉത്തരങ്ങൾക്കും അവസാനമുണ്ട്. വസ്തുവിവരങ്ങളും വ്യാഖ്യാനങ്ങളും എത്ര വേണമെങ്കിലും ഒരാൾക്കുണ്ടാകും. അതുകൊണ്ട് നേടുന്ന പേരിനും പെരുമയ്ക്കും കണക്കില്ല. പക്ഷേ നിന്റെ ലക്ഷ്യം അതാണോ മകനെ? ഇത്രയേ ആ അമ്മ എഴുതിയുള്ളൂ. എന്താണല്ലേ അമ്മമാരൊക്കെ ഇങ്ങനെ ഒരുപോലെ? അടയിരിക്കേണ്ട കാലം അമ്മയ്ക്കല്ലേ അറിയാവുന്നത് കുഞ്ഞിനേക്കാൾ, അല്ലേ സഖാവേ? ദേ, ഇന്നും എനിക്കൊരു കൗതുകം തോന്നുന്നു. കാനാവിലെ കല്യാണ വീട്ടിലാണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന അടയാളങ്ങളിൽ ആദ്യത്തേത് ചെയ്യുക. അതുവരെ അമ്മയൊന്നും പറയാഞ്ഞ കൊണ്ടാണോ നാഴിക വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നത്? പക്ഷെ അമ്മ അവനെ അനുസരിക്കാൻ ദാസരോട് പറഞ്ഞപ്പോ തമ്പുരാൻ പരസ്യ ശുശ്രൂഷയുടെ തുടക്കം കുറിക്കുന്നു. ശരിക്കും അമ്മമാരുടെ ഈ ചേർത്ത് പിടിക്കലുണ്ടല്ലോ, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കണ്ണു കിട്ടാതിരിക്കാനൊക്കെ അതിനൊരു അച്ചടക്കത്തിന്റെ ആന്തരാർത്ഥം കൂടിയുണ്ട്. മിനിമം പഠിത്തമൊക്കെ പൂർത്തിയാക്കി ആശ്രമത്തിലെത്തിയ ആദ്യകാലത്ത് കൂടുതൽ പ്രസംഗങ്ങൾക്ക് പോകാൻ ഇഷ്ടം തോന്നിയിരുന്ന നേരത്ത് വിളിച്ച് അടുത്തു ചേർത്ത് അധിക പ്രസംഗങ്ങൾക്ക് വിടാതെ മുറിയിൽ പൂട്ടിയ നാളുകളിൽ ഗുരുവിലെ അമ്മ പറഞ്ഞ വാക്കും ഇങ്ങനെയായിരുന്നു: മൂക്കാത്ത പാവയ്ക്ക കറി വച്ചാൽ കഴിക്കും കുഞ്ഞെ. സത്യമായും ഇപ്പോഴും അപക്വത കൊണ്ടുണ്ടാവുന്ന ആളാവലുകൾക്ക് മാപ്പ്. ആദരവോടെ സക്കീർ.